ഹായ് ഓൾ, എല്ലാവർക്കും മൈ നോട്ട് ബുക്കിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ജോമെട്രിയിലെ കുറച്ച് മാത്സിന്റെ സോൾവ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ജോമെട്രിയിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ജോമെട്രിയിലെ കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് എളുപ്പത്തിൽ ഷോർട്ട് കട്ട് ഇക്വേഷൻ യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോ ഇനി വരുന്ന എക്സാമുകൾക്ക്, പ്രത്യേകിച്ച് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിനും റെയിൽവേ എക്സാമിനും ഒക്കെ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യും എന്ന് വിചാരിക്കുന്നു. സോ എല്ലാവർക്കും സ്വാഗതം ജോമെട്രിയുടെ മാത്സ് സോൾവ്ഡ് ക്വസ്റ്റ്യൻസ്. സോ ആദ്യത്തെ ചോദ്യം ഇതാണ്: find the area of the largest circle which can be drawn in a square of side 14 cm. സൈഡ് 14 സെന്റിമീറ്റർ ആയ ഒരു സ്ക്വയർ ഉണ്ട്. അതിന്റെ ഉള്ളിൽ വരയ്ക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സർക്കിൾ, അതിന്റെ ഏരിയ കണ്ടുപിടിക്കണം. അപ്പോൾ ഓപ്ഷൻസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കാം? ഓപ്ഷൻസിൽ 108, 112, 154, 121 എന്നിങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് പിക്ചർ വരുന്നത്. അതായത് ഓക്കെ, ഇതാണ് ഒരു സ്ക്വയർ. ഓക്കെ, സ്ക്വയറിന്റെ ഉള്ളിൽ നമുക്കിങ്ങനെ വെക്കാൻ പറ്റുന്ന ഒരു സർക്കിൾ. ശരിക്കും സർക്കിൾ ആയില്ല എന്നുള്ളൂ. ഓക്കെ, ആൻഡ് എക്സ് മീറ്റർ ആണ് ഈ ഒരു സ്ക്വയറിന്റെ ഒരു സൈഡ് എന്ന് പറയുന്നത്. എല്ലാ സൈഡും എത്രയാണ്? എക്സ് മീറ്റർ ആണ്. അതിൻ്റെ ഉള്ളിൽ കൃത്യമായിട്ട് വെക്കാൻ പറ്റുന്ന ഒരു സർക്കിൾ ആണ് വേണ്ടത്. അപ്പോൾ ആ സർക്കിളിന്റെ ഏരിയ ആണ്. അപ്പോൾ ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഇക്വേഷൻ ഓർത്ത് വെക്കുക. ദ ഏരിയ ഓഫ് ദ ലാർജസ്റ്റ് സർക്കിൾ. ഓക്കെ, ഏരിയ of largest circle that can be drawn in a square. സൈഡ് എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? എക്സ് ആണ് വിചാരിക്കുക. അതിന്റെ ഇക്വേഷൻ ഇത് പഠിച്ചു വെക്കുക. പൈ ഇൻറ്റു എക്സ് ബൈ 2 ഹോൾ സ്ക്വയർ. പൈ ഇൻറ്റു എക്സ് ബൈ 2 ഹോൾ സ്ക്വയർ. അപ്പൊ ഇവിടെ എന്ത് വരും അങ്ങനെയാണെങ്കിൽ? പൈ ഇൻറ്റു എക്സിന്റെ സ്ഥാനത്ത് എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? ഒരു സൈഡ് എത്രയാണ്? 14 സെന്റിമീറ്റർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ 14/2 ഹോൾ സ്ക്വയർ ദാറ്റ് ഇസ് ഈക്വൽ ടു പൈ ഇൻറ്റു 7 സ്ക്വയർ അല്ലേ? എന്ന് വെച്ചാൽ എത്ര വരും? പൈ ഇൻറ്റു 7 സ്ക്വയർ എന്ന് ഇവിടെ വേണമെങ്കിൽ പറയാം. എത്രയാണ് വരുന്നത്? അപ്പം 49 ആണ് വരുന്നത്. ദെൻ 49 പൈ എന്ന് വരും അല്ലെ? അല്ലെങ്കിൽ ഇവിടെ എന്ത് എഴുതാം നമുക്ക്? 49 പൈ എന്ന് എഴുതാം. അല്ലെങ്കിൽ 49 ഇൻറ്റു, ഇവിടെ പൈയുടെ വാല്യൂ കൂടി ചേർത്തിട്ടാണ് എഴുതിയേക്കുന്നത്. പൈയുടെ വാല്യൂ നമുക്ക് 22/7 എന്ന് എഴുതാം. അപ്പോൾ 22/7 വേണമെങ്കിൽ ഇവിടെ 49 എഴുതാതെ തന്നെ 7 ക്യാൻസൽ ചെയ്യാമായിരുന്നു. ഇവിടെ ഇങ്ങനെയായാലും ചെയ്താൽ മതി. 7. അപ്പോൾ 7 × 22 എന്ന് വരും. എത്രയാണ് വരിക? 154 ആണ് ആൻസർ വരിക. അപ്പോൾ 154 സെന്റിമീറ്റർ സ്ക്വയർ ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും ഈ ഒരു ഇക്വേഷൻ പഠിച്ചു വെക്കുക. ഒരു സ്ക്വയറിന്റെ ഉള്ളിൽ കൊള്ളിക്കാവുന്ന ഒരു സർക്കിളിന്റെ, ലാർജസ്റ്റ് സർക്കിൾ, ഏറ്റവും വലിയ സർക്കിളിന്റെ അതിന്റെ ഏരിയ ഇങ്ങനെ കണ്ടുപിടിക്കാം. പൈ ഇൻറ്റു എക്സ് ബൈ 2 ഹോൾ സ്ക്വയർ. സാധാരണ സർക്കിളിന്റെ റേഡിയസ് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താണ് കണ്ടുപിടിക്കുക? പൈ ആർ സ്ക്വയർ എന്നാണ്. സോ ഇതെന്താണ്? പൈ എക്സ് ബൈ 2 ഹോൾ സ്ക്വയർ. ഇതിൽ വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സർക്കിൾ ഇതിൽ കണ്ടെയ്ൻ ചെയ്യുമ്പോൾ, ഇതിൻ്റെ ഉള്ളിൽ ഇൻസ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു സർക്കിളിന്റെ മാക്സിമം വരുന്ന ഡയമീറ്റർ എന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു സ്ക്വയറിന്റെ ഒരു സൈഡാണ്. അപ്പോൾ ഡയമീറ്ററിന്റെ പകുതി എക്സ് ബൈ 2. അപ്പൊ അങ്ങനെ തന്നെയാണ് പൈ ആർ സ്ക്വയർ എന്ന ആ ഒരു സാധാരണ നമ്മൾ സർക്കിളിന്റെ ഏരിയ കാണുന്ന ഇക്വേഷൻ തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അത്രയും ആലോചിച്ച് എടുക്കാതെ തന്നെ പെട്ടെന്ന് തന്നെ എഴുതാം. പൈ ഇൻറ്റു എക്സ് ബൈ 2 ഹോൾ സ്ക്വയർ. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ സർക്കിൾ circumscribing the equilateral triangle of side 9 cm. The circle circumscribing the equilateral triangle. Equilateral triangle എന്തിന്റെ ഉള്ളിലാണ്? സർക്കിളിന്റെ ഉള്ളിലാണ് ട്രയാങ്കിൾ വരുന്നത്. ഇക്വലാറ്ററൽ എന്ന് വെച്ചാൽ എന്താണ് വരിക? സൈഡിന്റെ ലെങ്ത് ഈക്വൽ ആണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു ഈക്വലാറ്ററൽ ട്രയാങ്കിൾ ഉണ്ടെന്ന് വിചാരിക്കാം. ഒരു സർക്കിളിന്റെ ഉള്ളിലാണെന്ന് വിചാരിക്കാം. അപ്പൊ ആ ട്രയാങ്കിളിന്റെ എത്രയാണ്? 9 സെന്റിമീറ്റർ ആണ് അതിന്റെ സൈഡ് എന്ന് പറയുന്നത്. നമുക്ക് കാണേണ്ടത് സർക്കിളിന്റെ ഏരിയ ആണ്. ഓക്കെ, അപ്പൊ 54 പൈ, 27 പൈ, 100 പൈ, 72 പൈ, ഇതിൽ പൈ ചേർത്താണ് എഴുതിയേക്കുന്നത്. അപ്പൊ നമുക്ക് ചെയ്ത് നോക്കാം. ഇതിന്റെ ഇക്വേഷൻ നമ്മൾ എഴുതുമ്പോൾ ഇങ്ങനെ എഴുതണം. അതായത്
ഇപ്പോൾ ഒരു equilateral triangle, the area of the circle inscribing inside the equilateral triangle. Okay, area of circle inside equilateral triangle. ആ ഇക്വേഷൻ ഓർത്തു വെക്കുക. π/3 x². എന്താണ്? π/3 x². ഓക്കെ, അപ്പോൾ π/3 x². അപ്പൊ നമുക്ക് ശരിക്കും ഇവിടെ എന്താ വേണ്ടത്? πr² എന്ന് നമ്മൾ പറയില്ലേ? ആ πr² എന്ത് ചെയ്യുന്നു? 3 ചെയ്യുന്നു. അങ്ങനെ ഓർക്കുക. π/3 x². അപ്പൊ ഇവിടെ എന്ത് വരും? π/3 ഇൻറ്റു x എത്രയാണ്? 9². ഓക്കെ, π/3 9². അപ്പൊ എന്ത് വരും? π/3 9². ഇങ്ങനെ വേണേ ക്യാൻസൽ ചെയ്യാം. 9 × 9 എഴുതിയിട്ട് എന്ത് ചെയ്യാം? ഓക്കെ, അപ്പൊ എന്താണ് ആൻസർ വരിക? 3 × 9 എത്രയാണ്? 27. അപ്പൊ 27 π ആണ് ആൻസർ കിട്ടുന്നത്. 27 π cm². അപ്പോൾ ഈ ഒരു മെത്തേഡ് നിങ്ങൾ അപ്ലൈ ചെയ്യുക. കാരണം ഇപ്പോൾ റെയിൽവേയുടെ എക്സാമൊക്കെ ആണെങ്കിൽ നമുക്ക് കേരള PSCയുടെ അത്രയും ഒരു ടൈം കിട്ടില്ല. അപ്പോൾ നമുക്ക് ടൈം വളരെയധികം ലാഭിക്കാം. മറ്റു ക്വസ്റ്റ്യനുകൾക്ക് കൂടുതൽ ടൈം കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഈ ഒരു മെത്തേഡ് അപ്ലൈ ചെയ്യാം. അടുത്ത ചോദ്യം, ദ ലെങ്ത് ഓഫ് ദ സൈഡ് ഓഫ് ആൻ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ഈസ് 9 cm. അഗെയിൻ ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആണ്. അതിന്റെ സൈഡ് എത്രയാണ്? 9 cm ആണ്. ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ സർക്കിൾ ഇൻസ്ക്രൈബിംഗ് ദ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ എന്നാണ്. ഏരിയ ഓഫ് ദ സർക്കിൾ ഇൻസ്ക്രൈബിംഗ് ദ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ. അപ്പൊ ഇതിൽ പറഞ്ഞിരിക്കുന്ന ഇൻസ്ക്രൈബ് ചെയ്യുന്ന കാര്യം പറഞ്ഞിരിക്കുന്നത് അല്ലെ. അതായത് ഇൻസ്ക്രൈബിംഗ് ദ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ എന്ന് ഉദ്ദേശിക്കുന്നത് ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ ഉള്ളിലാണ് ഇവിടെ എന്ത് വന്നിരിക്കുന്നത്? സർക്കിൾ. ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ സർക്കിൾ ദാറ്റ് ഈസ് ഇൻസ്ക്രൈബിംഗ് ദ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ട്രയാങ്കിളിന്റെ ഉള്ളിലാണ് സർക്കിൾ വരുന്നത്. ആൻസർ ഇവിടെ 27 π/4, 38 π/4, 54 π/4, 45 π/4 എന്നുണ്ട്. അപ്പൊ കുറച്ചു മുമ്പ് നമുക്ക് കണ്ട ആ ഒരു ക്വസ്റ്റ്യനകത്തുള്ള ആൻസേഴ്സ് ഒക്കെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഒരു /4 എക്സ്ട്രാ വരുന്നുണ്ട് അല്ലെ. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിനകത്ത് ഇപ്പൊ നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞത് ട്രയാങ്കിള് എന്തിന്റെ ഉള്ളില്? സർക്കിളിന്റെ ഉള്ളിൽ വന്നു. അപ്പൊ π/3 x² ആയിരുന്നു ഇക്വേഷൻ നമ്മൾ എഴുതിയത്. ഇനി ഇങ്ങനെയാണെങ്കിൽ ഇതിന് സർക്കിൾ ആണ് ഉള്ളിൽ വരുന്നതെങ്കിൽ അപ്പൊ നിങ്ങൾ പഠിക്കുമ്പോൾ ഈ ഒരു പടം വരച്ചു വെക്കുക. എന്നിട്ട് അതിന്റെ ഈ ഒരു ഫിഗർ വരച്ചു വെച്ചിട്ട് അതിന്റെ അടിയിൽ ഇക്വേഷൻ എഴുതി വെക്കുക. അതിന്റെ അടിയിൽ ഏരിയ ഓഫ് സർക്കിൾ എന്താണ്? ഏരിയ ഓഫ് സർക്കിൾ. ഏരിയ ഓഫ് സർക്കിൾ എപ്പോഴും നമ്മൾ πr² എന്ന് പറയുമല്ലോ. അപ്പൊ ഏരിയ ഓഫ് സർക്കിൾ ഇസ് ഈക്വൽ ടു ഈ കേസിൽ മാത്രം എന്താണ്? π/12 x² ആണ്. π/12 x² ആണ്. ഓക്കെ, അപ്പൊ അങ്ങനെ ശ്രദ്ധിക്കുക. π/12 x². ഓക്കെ, അപ്പൊ ഇവിടെ ചെയ്ത് നോക്കാം നമുക്ക്. π/12 എഴുതിയിട്ട് പിന്നെ എന്താണ്? x² എന്ന് പറയുമ്പോൾ 9² എന്ന് വരും. അപ്പൊ π/12 ഇൻറ്റു 9 × 9 ഞാൻ 3 കൊണ്ട് ക്യാൻസൽ ചെയ്യാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പൊ ഇവിടെ എന്ത് വരും? 27 π/4 എന്ന് വരും. 27 π/4 എന്ന് വരും. ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം, ഫൈൻഡ് ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ ദാറ്റ് ക്യാൻ ബി ഡ്രോൺ ഇൻ ദ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ഓഫ് സൈഡ് 12 cm. ഓക്കെ, അപ്പോൾ ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ പോലെ തന്നെയാണ്. അതിനകത്ത് എന്താണ്? ഒരു സർക്കിൾ ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ ഉള്ളിലാണ്. അതിന്റെ സൈഡ് എത്രയാണ്? ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ 12 cm ആണെന്ന് പറഞ്ഞു. നമുക്കിവിടെ സർക്കിളിന്റെ റേഡിയസ് ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. ഓക്കെ, അപ്പൊ ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന 4√3, 6√3, 2√3 എന്നാണ് കേട്ടോ. ഇത് ബ്രാക്കറ്റ് ആണ്. 2√3 ആൻഡ് 5√3 ഇങ്ങനെയാണ് വരുന്ന ആൻസേഴ്സ്. അപ്പൊ ഇത് ഒന്ന് ചെയ്ത് നോക്കാം. അപ്പൊ ഇതിനകത്ത് ഈ ഒരു ഇക്വേഷൻ ആയിട്ട് തന്നെ പറയുവാണെങ്കിൽ ഇതാണ് വരാം. √3/6 × x അത്രയും സെന്റിമീറ്റർ ആണ് എന്തെന്ന് പറയുന്നത്? റേഡിയസ്. അപ്പൊ ഈ ഒരു ഫിഗർ നിങ്ങൾ വരച്ചു വെക്കുക. അപ്പൊ ഇത്രയും സെന്റൻസിൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഫിഗർ വരച്ചു വെക്കുക. ഈ സർക്കിൾ വരയ്ക്കുക. എന്നിട്ട് താഴെ എഴുതുക റേഡിയസ് ഓഫ് സർക്കിൾ ഇസ് ഈക്വൽ ടു എന്താണ്? √3/6 x സെന്റിമീറ്റർ ആണ്. ഓക്കെ, അപ്പൊ കുറച്ചു മുമ്പ് നമ്മൾ പഠിച്ചതാണ് ഇതേ കാര്യത്തില് ഈ ഒരു സെയിം കണ്ടീഷനിൽ π/12 x² ആണ് എന്ത് പറഞ്ഞത്?
ഏരിയ. അപ്പോൾ ഏരിയയിൽ നിന്നും നമുക്ക് എങ്ങനെ എക്സ് കണ്ടുപിടിക്കാം? അപ്പോൾ അങ്ങനെ നോക്കിപ്പോയാലും നമുക്ക് ഇത് കിട്ടുന്നതാണ്. അപ്പോൾ ഇത് പഠിച്ചു വെക്കുക. നമ്മുടെ ടൈം ലാഭിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ പഠിച്ചു വെക്കാം. √3/6 എക്സ് സെന്റിമീറ്റർ. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുക, √3/6 ഇൻറ്റു എക്സ് എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? 12 സെന്റിമീറ്റർ ആണ് പറഞ്ഞിരിക്കുന്നത്. 12. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് വരും? 2√3 എന്നാണ് ആൻസർ വരിക. 2√3. ഓക്കെ, 6ഉം 12ഉം കൂടി ക്യാൻസൽ ആയിട്ട് ഇവിടെ 2 വരും. 2√3 സെന്റിമീറ്റർ എന്നാണ് സൈഡ് വരിക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻസ് മാത്രം ഒന്നുകൂടി പറയാം. അപ്പോൾ ഇവിടെ നോക്കുക, ഒരു സ്ക്വയറിന്റെ ഉള്ളിൽ ഒരു സർക്കിൾ വന്നിരിക്കുന്നു. ഒരു സ്ക്വയറിന്റെ ഉള്ളിൽ വെക്കാവുന്ന മാക്സിമം സൈസുള്ള അതിന്റെ ഉള്ളിൽ കൊള്ളാവുന്ന മാക്സിമം സൈസുള്ള ഒരു സർക്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് πx/2 ഹോൾ സ്ക്വയർ ആണ്. πx/2. x/2 രണ്ടിനും ഉണ്ട്, എക്സിനും /2നും രണ്ടിനും ചേർത്ത് സ്ക്വയർ ആണ്. π × x/2 ഹോൾ സ്ക്വയർ. അടുത്തത്, ഈ ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ സർക്കിളിന്റെ ഉള്ളിൽ വന്നാൽ സർക്കിളിന്റെ ഏരിയ π/3 x². ഇക്വലാറ്ററൽ ട്രയാങ്കിൾ സർക്കിളിന്റെ ഉള്ളിൽ വന്നാൽ സർക്കിളിന്റെ ഏരിയ π/3 x². ഇനി ഇതിനകത്ത് എക്സ് എന്ന് പറഞ്ഞ എന്താണ്? ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ സൈഡ്. അടുത്തത്, ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ ഉള്ളിൽ സർക്കിൾ വന്നാൽ ആ സർക്കിളിന്റെ ഏരിയ അത് π/12 x². ഇവിടെയും എക്സ് എന്ന് പറയുന്നത് ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ സൈഡിന്റെ ലെങ്ത് ആണ്. ഇനി റേഡിയസ് ഓഫ് ദ സർക്കിൾ ദാറ്റ് ക്യാൻ ബി ഇൻസൈഡ് ദ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ. ഓക്കെ, അതിന്റെ റേഡിയസ് കാണാനായിട്ട് √3/6 എക്സ് സെന്റിമീറ്റർ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു, പ്രയോജനപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. നിങ്ങൾക്ക് നോട്ട്സ് ഞാൻ ഉടനെ തന്നെ PDF അതിൻ്റെ അവൈലബിൾ ആക്കുന്നതാണ്. നേരത്തെ പറയാറുള്ളതുപോലെ bibimohanan.com നിങ്ങൾക്ക് നോട്ട്സും മെറ്റീരിയൽസും ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻസ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എക്സാമിനും അതുപോലെ തന്നെ റെയിൽവേ എക്സാമിനും പ്രയോജനകരമായിരിക്കും. അപ്പോൾ RRBയുടെ സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുവാണ്. പ്ലേലിസ്റ്റ് തന്നെ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ലിങ്കും താഴെ കൊടുക്കുന്നതാണ്. ബാക്കിയുള്ള എല്ലാ പ്ലേലിസ്റ്റുകളുടെയും ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും സജഷൻസും സജഷൻസോ അഭിപ്രായങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.